കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു ആകാശപാതയാണ് നമ്മുടെ തൃശ്ശൂർ ശക്തൻ നഗറിലുള്ളത്. നമ്മൾ കണ്ടത് പലരും റോഡൊക്കെ ചാടി കടന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് തൃശ്ശൂർ നഗരത്തിലെ ശക്തൻ സ്റ്റാൻഡിലാണ് കേട്ടോ. ഏകദേശം ഒരു 2 കൊല്ലം മുമ്പ് ശക്തനിൽ വലിയൊരു ആകാശപാത, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നമ്മുടെ തൃശ്ശൂരാണുള്ളത്. അപ്പോൾ അത് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോണേ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ കണ്ട കാഴ്ച, ഞാൻ കാറി പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പേര് റോഡ് ക്രോസ് ചെയ്ത് ഇത്രയും തിരക്കിൽ അത്രയും ഡേഞ്ചറായിട്ടാണ് കടന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ ഒരു പദ്ധതി നമ്മളായിട്ട് തന്നെ അത് വിജയിപ്പിക്കണം. കാരണം എല്ലാവരും റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ ഇപ്പം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ പ്രൗഢിയോടെ നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ ആകാശപാത ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആകാശപാത ഏകദേശം 2 വർഷം കഴിയാറായിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് എൻ്റെ ഉദ്ഘാടനം, നവീകരിച്ച ഉദ്ഘാടനം കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും റോഡ് കടന്ന്, അതായത് നടന്നാണ് പോകുന്നത്. ആകാശപാതയിലൂടെ അല്ലാന്ന് മാത്രം റോഡിലൂടെ നടന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ ഒരു ആകാശപാതയാണ്. 279 മീറ്ററാണ് ഇതിൻ്റെ നീളം. അതുപോലെ തന്നെ റോഡിൽ നിന്നും 6 മീറ്റർ ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും. ഏകദേശം 15 കോടിയോളം മൊത്തം ചിലവായിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചേട്ടാ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നൊക്കെ നമ്മളൊന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഗമമായിട്ട് തന്നെ എല്ലാവർക്കും ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കും. വയസ്സായ ആൾക്കാരായിക്കോട്ടെ, വയ്യാത്ത ആൾക്കാരായിക്കോട്ടെ, ആർക്കും വേണ്ടി സഞ്ചരിക്കാം. സ്റ്റെപ്പ് കൂടാതെ ലിഫ്റ്റ് സൗകര്യം വരെ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ ആ ലിഫ്റ്റിൽ കയറാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ലിഫ്റ്റ് മുകളിലാണ്, അതൊന്ന് താഴേക്ക് എത്തുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിൽ സുഖമായിട്ട് നമുക്ക് മുകളിലോട്ടെത്താം. ഇപ്പോൾ നമ്മുടെ ആകാശപാത പൂർണ്ണമായിട്ടും നമ്മൾ AC രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചൂട് കാലത്ത് കുറച്ച് നേരം വേണമെങ്കിൽ ആകാശപാതയിൽ നിന്നിട്ടൊക്കെ പോവാം കേട്ടോ. ഇതിലിപ്പോൾ കുറച്ച് 1% മാത്രം ആൾക്കാരാണ് ഇതിൽ സഞ്ചരിക്കുന്നത്. പിന്നെ തൃശ്ശൂർ കാണാൻ വരുന്ന നമ്മുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ മാത്രമാണ് കയറണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ബാക്കി എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നില്ല. അത് ഒരുപാട് തിക്കും തിരക്കിലും വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തൃശ്ശൂർ ശക്തൻ നഗറിൽ ആൾക്കാർ അങ്ങോട്ടും കിടക്കണം. പക്ഷെ ഇത്രയും വലിയൊരു ആകാശ വഴി നമുക്ക് ഒരുക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ ഈ പ്രേക്ഷകർ, നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. പരമാവധി ആകാശപാതയിലൂടെ നിങ്ങൾ നടക്കാൻ നോക്കുക. സുരക്ഷിതമായിട്ടുള്ള നടത്തം എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്നവർക്കും അതൊരു നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇത്രയും തിരക്കുള്ളൊരു ജംഗ്ഷനിൽ അവർക്ക് വാഹനം കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് ഒരാൾ ചാടുമ്പോഴുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫുള്ളും AC-യിലാണ് ഇപ്പോൾ ആകാശപാത നിലനിൽക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ ഒരു 8:30 സമയത്താണ് ഞാൻ എത്തിയത്. അപ്പോഴും AC ഫുൾ വർക്കിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇവിടെ വന്ന് ഇരുന്നാലും അല്ലെങ്കിൽ ഒന്ന് നിന്നാലും നമുക്ക് ലാഭം തന്നെ, അല്ലെങ്കിൽ ഒന്ന് നടന്നാലും നമുക്ക് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നടന്ന് സമാധാനത്തോടെ പോയി ബസ് സ്റ്റാൻഡിൽ പോവുക, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങുക, അല്ലെങ്കിൽ മീൻ മാർക്കറ്റിൽ പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് എല്ലാവരും റോഡ് ക്രോസ് ചെയ്ത് ആ ബാരിക്കേഡിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പെടുന്ന കഷ്ടപ്പാട് നമുക്ക് കാണാം. അതിൻ്റെ പകുതി പോലും കഷ്ടപ്പാട് നമ്മുടെ ഈ ആകാശപാതയിൽ കയറാൻ വേണ്ട എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു ആകാശപാതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ബസ്സും കാര്യങ്ങളൊക്കെ തിരിച്ച് റൗണ്ട് അബൌട്ട് വഴി തിരിഞ്ഞ് ശക്തനിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആൾക്കാർ എങ്ങനെയാണ് റോഡ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അപകടം ഉണ്ടാവുന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ട ഈ ബാരിക്കേഡ് കടക്കാണ്ടിരിക്കാൻ വേണ്ടി വച്ചതാണ്. പക്ഷേ പലരും അതിലൂടെയാണ് കടന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോ തൃശ്ശൂർക്കാരും എൻ്റെ ഇതൊരു ഉപദേശമൊന്നുമല്ല, ഒരു റിക്വസ്റ്റായിട്ട് എടുത്ത് നിങ്ങൾ ഈ ആകാശപാത യൂസ് ചെയ്യണം. പരമാവധി റോഡ് ക്രോസ് ചെയ്യാണ്ട് പോകണം.
ഏറ്റവും നല്ല സൗകര്യമുള്ളൊരു വഴി, ഇത്രയും സൗകര്യമുള്ളൊരു വഴി ഒരുങ്ങിയിട്ട് നമ്മൾ അതാരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആകാശപാത നല്ലൊരു തിരക്കിലേക്ക് എത്തിക്കാട്ടെ നമുക്ക്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഈ ഒരു പദ്ധതി നല്ലൊരു വിജയം തന്നെയാണ്. പക്ഷേ വിജയത്തിനൊപ്പം നമ്മൾ ജനങ്ങളും ഒന്നായിട്ട് തന്നെ ചേരണം. കാരണം ഞാനിപ്പോൾ നടക്കുമ്പോൾ നോക്കി ഒരാൾ പോലും അതിലില്ല, എല്ലാവരും റോഡ് ക്രോസ് ചെയ്താണ് അപ്പുറത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സുരക്ഷയും മുൻതൂക്കം നൽകുക. അപ്പോൾ അത് എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും ഒന്ന് ചിന്തിക്കുക, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഈ ഒരു ആകാശപാതയിൽ കയറുക കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അതിൽ തന്നെ നടന്നു. എനിക്ക് തോന്നുന്നു രാവിലെ ഒന്ന് ജസ്റ്റ് നടന്നാൽ തന്നെ നമുക്കൊരു ആശ്വാസം തോന്നുന്നൊരു ഇതായിട്ട് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എക്സസൈസ് ചെയ്യാനായിട്ട് നടക്കാം, പക്ഷേ എൻ്റെ വീട് ഇത്ര അടുത്തൊന്നുമല്ല, അപ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് എന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്തോന്നാലും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങാനായിട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്, കയറാനും നമുക്ക് 4 കവാടങ്ങളിലും സ്റ്റെപ്പ് ഉണ്ട്. ഇത് ശക്തൻ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിലെ പാസ് ചെയ്ത് പോകാം. വണ്ടിയുടെ തിക്കും തിരക്കോ ഒന്നും അതൊരു ഉപദേശം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. കാരണം വാഹനങ്ങളുടെ ഒരു വലിയ തിരക്കാണ് ഈ ഒരു ശക്തൻ നഗറിലുള്ളത്. അപ്പോൾ റൗണ്ട് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്താതെ പോയി അത് വലിയ നഷ്ടമായിരിക്കും. എൻ്റെ സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ഒരു ഉപദേശമായിട്ടൊന്നും ഒരിക്കലും കാണരുത്. നിങ്ങൾക്കത് ഉപയോഗിക്കാം. നല്ല AC നിങ്ങൾക്ക് നടക്കാം, സ്റ്റെപ്പ് കയറാം, എക്സസൈസും കൂടി ആവട്ടെ. ലിഫ്റ്റ് ഉണ്ട്, വയ്യാത്തവർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പരമാവധി നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ഒരു സംഭവം, അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ആകാശപാതയാണ് നമ്മുടെ തൃശ്ശൂർ ശക്തൻ നഗറിലുള്ളത്. നമ്മൾ കണ്ടത് പലരും റോഡൊക്കെ ചാടി കടന്നൊക്കെയാണ് പോണത്. അപ്പോൾ വാഹനങ്ങളുടെ വേഗത വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി കോർപ്പറേഷൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം കടക്കാതിരിക്കാൻ ഒരുപാട് വഴിയും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബസ് വരെ തിരിഞ്ഞ് റൗണ്ട് അബൌട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാരണത്താൽ ശക്തനിലേക്ക് സ്റ്റാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത് കാണുന്നവർ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. പരമാവധി നിങ്ങൾ ആകാശപാത ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.